നമ്മൾ മലയാളികൾ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളാണ് ഭൂരിഭാഗം. എന്തെങ്കിലും ഒരു സഹായം ചോദിച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഞാൻ അങ്ങനെയാണ്. ഒരുപാട് പേര് അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കബളിപ്പിക്കപ്പെടാനും സാധ്യത കൂടുതലാണ്. നമുക്കിതേ ഈ ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. ഹായ്. അപ്പോൾ നമ്മൾ ഈ മെട്രോയിലും ലുലുവിലൊക്കെ പോകുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ലുലുവിൽ ഗെയിം സോണിൽ ഞാൻ ട്രിവാൻഡ്രത്തും എറണാകുളത്തും കണ്ടിട്ടുണ്ട്. യൂണിസെഫിൻ്റെ ID കാർഡൊക്കെ ഇട്ടിട്ട് കുറച്ച് കോളേജ് കുട്ടികളാണ്. അവർ നമ്മളോട് പറയും, നിങ്ങൾ ഇവിടെ ഒരു റൈഡിന് ചിലവാക്കുന്ന പൈസ അല്ലെങ്കിൽ നിങ്ങൾ ലിഫ്റ്റിക്ക് വാങ്ങുന്ന പൈസ ഈ ഇന്ത്യയിൽ തന്നെ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു തവണ ഒന്ന് സംഭാവന ചെയ്യുമോ, ഞങ്ങളുടെ കയ്യിൽ പൈസയായിട്ട് തരണ്ട, നിങ്ങൾക്ക് ഞാൻ ലിങ്ക് അയച്ചു തരാം, ആ ലിങ്ക് വഴി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അടച്ചാൽ മതി, ഞങ്ങൾ അങ്ങനെ ഒരു പിരിവും നമ്മുടെ കൈകൊണ്ട് വാങ്ങുന്നില്ല, അത് 100% സേഫ് ആണ്, ഞങ്ങൾ യൂണിസെഫിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് യൂണിസെഫിൻ്റെ കുറച്ച് നോട്ടീസുകളും ഇവരുടെ ID പ്രൂഫ്സും ഒക്കെ നമ്മളെ കാണിക്കും. പക്ഷെ നമ്മൾ ഇവർ തരുന്ന ലിങ്ക് വഴി നമ്മൾ പൈസ അടയ്ക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും നമ്മൾ ഈ കൊടുക്കുന്ന പേയ്മെന്റിന് മുന്നേ ആയിട്ട് ഇത് മന്ത്ലി ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എടുക്കട്ടെ, അതായത് ഈ മാൻഡേറ്ററി ആയിട്ടാണ് ഈ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ എടുക്കുന്നത്. അപ്പോൾ ഈ മാൻഡേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോണിന്റെയൊക്കെ പൈസ അടയ്ക്കും പോലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി യൂണിസെഫിന്റെ അക്കൗണ്ടിലേക്ക് ഈ പൈസ നമ്മൾ എത്രയാണോ ആദ്യമേ അടയ്ക്കുന്നത് അതിന് അനുപാതികമായി തന്നെ ഓരോ മാസങ്ങളിലും പൈസ പോകും. ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ അതിന് കൊടുക്കാനായിട്ട് പൈസ ഇല്ലെങ്കിൽ അതിനായി ബാങ്ക് ഈ ചെക്ക് ബൗൺസ് ചെയ്യുന്ന പോലെയൊക്കെ പൈസ ഓരോ ചാർജസും ഈടാക്കും. ഈ നിൽക്കുന്ന കുട്ടികളൊക്കെ തന്നെ യൂണിസെഫിന് വേണ്ടി ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാളിൽ പോകുമ്പോൾ ഈ ദുരിത കഥകളൊക്കെ കേട്ട് ഒരു സമയത്ത് ഈ ഒരു പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടു, ആ ഒരു രീതിയാണ്. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നോട് വന്നിട്ട് ഡൊണേറ്റ് ചെയ്യാവോ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു ഡൊണേറ്റ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഭാഗ്യത്തിന് അക്കൗണ്ട് കാലിയായിരുന്നു, അതുകൊണ്ട് ഈ ഒരു കുഴിയിൽ വീണില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം എനിക്ക് ഒരു അനുഭവമുണ്ട്. ശരിക്കും ഞാനിപ്പോൾ നമ്മുടെ എറണാകുളത്ത് ഒബ്രോൺ മാളിൽ പോകാറേ ഇല്ല. വളരെ റെയറായിട്ട് മാത്രമേ, അത്രയും അത്യാവശ്യം ഇപ്പം സിനിമ കാണാൻ വേണ്ടിയാണ് കൂടുതലും ഒബ്രോൺ മാൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് ഒബ്രോണിലേക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴും ശരിക്കും വളരെയധികം എന്താ പറയുക, അവിടെ എത്തുമ്പോഴേക്കും ഇവരുണ്ടാവുമല്ലോ എന്നൊരു ചിന്ത അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം വേറൊന്നുമല്ല, ഈ വോളണ്ടിയേഴ്സ് നിൽക്കുന്നത് അവരുടെ ഒരു പാർട്ട് ടൈം ജോലിയായിട്ടോ അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടൊക്കെ തന്നെ ആയിരിക്കും. അത് ഞാൻ ഒരു തർക്കവും പറയുന്നില്ല, നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. വൺ ടൈം ഞാനും യൂണിസെഫിൽ പേയ്മെന്റ് ചെയ്യാൻ തയ്യാറായ ഒരാളാണ്. അതിന്റെ പേരിലുണ്ടായ ബുദ്ധിമുട്ടുകളുമുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് നന്ദൻകോടിനടുത്ത് ദേവസ്വംപുരം എന്നുള്ള സ്ഥലമുണ്ട്. അവിടെ സ്കൈ പ്ലസിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതിന്റെ മുന്നിൽ നിന്ന സമയത്ത്, ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പയ്യൻ വന്ന് ഇങ്ങനെ യൂണിസെഫിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു വിധത്തിൽ അവരവിടുന്ന് മാറാൻ സമ്മതിക്കില്ല. സാർ 2 മിനിറ്റ് എന്ന് പറയും. അവരവരുടെ കാര്യങ്ങൾ സംസാരിച്ച് തീർത്തിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ കേൾക്കാം, പ്രശ്നമില്ലല്ലോ, 2 മിനിറ്റ് കാര്യമില്ലുള്ളൂ. പക്ഷെ ഇത് 2 മിനിറ്റ് എന്നുള്ളത് അവസാനം ഒരു അരമണിക്കൂറോളം അവരെടുക്കും. സംസാരിച്ച് തീർത്തിട്ട് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച്, ഇപ്പൊ കയ്യിൽ കാശില്ല കൊടുക്കാനെങ്കിൽ കുഴപ്പമില്ല സാർ, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി, ഇനി അക്കൗണ്ടിലും കാശില്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ ഗൂഗിൾ പേ ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ മിനിമം എമൗണ്ട് ആയ 1000 രൂപ അവർ ചെയ്യിക്കും. അന്ന് എന്നെ കൊണ്ട് ചെയ്യിച്ചത് 1000 രൂപയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചൊരു കാര്യം, നമുക്ക് ഒരാളെ സഹായിക്കാൻ എന്തിനാണ് ഒരു മീഡിയേറ്റർ? നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ ഒരുപാട് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വൃദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്, സഹായം ആവശ്യമുള്ള ആൾക്കാർ. അവർക്ക് നമുക്ക് നേരിട്ട് കൊടുക്കാമല്ലോ. എന്തിനാണ് ഒരു മീഡിയേറ്റർ? ഇനി ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞ പോലെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ഈ യൂണിസെഫിന് അവർ വഴി നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ നമ്മളെല്ലാവരും കാശുകാരൊന്നുമല്ല, ചില മാസങ്ങളിൽ ചിലപ്പോൾ അക്കൗണ്ട് ബാലൻസ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള മാസങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ ബാങ്കുകാർ ലോൺ പിടിക്കുന്ന പോലെ, ലോണ് ഫൈൻ അടിക്കുന്ന പോലെ ഇവിടെയും ഫൈൻ അടിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരാളെ സഹായിക്കാൻ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. ഇപ്പൊ യൂണിസെഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, അതിനൊന്നും ഒരു തർക്കവും ഞാൻ പറയുന്നില്ല. ഇതിന്റെ വോളണ്ടിയേഴ്സും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവരവരുടെ പഠിത്തം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജോലി സമയം കഴിഞ്ഞിട്ടോ ബാക്കി സമയങ്ങളിൽ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം റീസെന്റ് ആയിട്ട് ഞാൻ ഒബ്രോൺ മാളിൽ ഒരാളെ കാണാൻ പോയപ്പോൾ, ഒരു മീറ്റിംഗ് പോയ സമയത്ത് ഞാൻ ഒബ്രോണിൽ കയറി പോകുന്നു. ആ എസ്കലേറ്ററിന്റെ ഫ്രണ്ടിൽ, അതായത് നമ്മൾ മേലേക്ക് പോകുന്ന എസ്കലേറ്ററിന്റെ ഫ്രണ്ടിൽ എത്താറായപ്പോഴേക്കും ഇവരൊരു ബെഞ്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇനി ഒബ്രോൺ മാളുകാർ ഇവരുടെ ഇന്ന് കാശ് മേടിച്ചിട്ടാണോ അല്ലെങ്കിൽ റെന്റ് മേടിച്ചിട്ടാണോ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തു പോകുമ്പോൾ എനിക്കറിയത്തില്ല. ഇപ്പം മാളുകാർ പുണ്യം കിട്ടാൻ വേണ്ടി അല്ല മാള് നടത്തുന്നത്. അവരുടെ ഒരു സ്പേസ്, ഒരു ചെറിയൊരു സ്പേസ് പോലും മറ്റൊരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ വാടക മേടിക്കുമായിരിക്കും.
പക്ഷെ ഇതിന് മേടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇതൊരു ചാരിറ്റി പ്രോഗ്രാം ആയതുകൊണ്ട് മേടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവർ 2-3 പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്, അവരുടെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നിരന്ന് നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അവിടുന്ന് മാറിയാണ് പോയത്. കാരണം ഇവരുടെ അടുത്തെത്തിയാൽ അവർ ഉറപ്പായിട്ട് നമ്മളവിടെ പിടിച്ച് നിർത്തുവാണ്. അപ്പം ഞാൻ മാറി ലിഫ്റ്റ് കയറി മേളിലേക്ക് പോയി. ഇനി ലിഫ്റ്റിലേക്ക് കയറാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഷൂ വിളിക്കുകയാണ്. അപ്പം ഞാൻ മനഃപൂർവ്വം തന്നെയാണ് തിരിഞ്ഞ് നോക്കിയില്ല. കാരണം ഒരു ആൾ നടന്നു പോകുമ്പോൾ ഷൂ എന്ന് വിളിക്കുമ്പോൾ അത് ആരെയും ആവാമല്ലോ. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കിയില്ല. എനിക്കറിയാം ഇവരാണ് വിളിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, ഞാൻ കയറി പോയി. ഇതിന് മുൻപുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിട്ട് എസ്കലേറ്റർ വഴി ഫസ്റ്റ് ഫ്ലോറിൽ പോയപ്പോൾ അവിടെയും അടുത്തൊരു ടീം നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു തരം എന്താ പറയുക, ഈ മോളുകളിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നിർബന്ധിച്ചിട്ട് ഇവരുടെ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് ചേർക്കുന്ന അല്ലെങ്കിൽ ഫണ്ട് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവരും കാശുകാരൊന്നുമല്ല, നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. ചിലപ്പോൾ സഹായം ഇങ്ങോട്ട് മേടിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. അപ്പം ഈ സമയത്താണ് ഇവർ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരുതരം ചൂഷണം തന്നെയാണെന്ന് പറയേണ്ടി വരും ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ മോളുകളിലും അല്ലെങ്കിൽ ഈ ചേച്ചി പറഞ്ഞ പോലെ മെട്രോ സ്റ്റേഷനുകളിൽ ഒക്കെ പോകുമ്പോൾ ഒന്ന് അലേർട്ട് ആവുക. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ആർക്കെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ നേരിട്ട് ചെയ്യുക. ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്, അവരെ കണ്ടെത്തി നേരിട്ട് കൊടുക്കുക. അതിനൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ.